വെള്ളിയാഴ്ച ഞങ്ങൾ സംസാരിച്ചത് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. Friday we meditated from Judges chapter 13. 16 പ്രാവശ്യം മനോഹ എന്ന മനുഷ്യന്റെ പേര് ആ അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. We saw the name of Manoha. It was mentioned 16 times in that chapter. ശിംശോന്റെ പിതാവായ മനോഹ, The father of Samson, Manoha. അദ്ദേഹത്തിന്റെ 13:8 അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നു. When we read chapter 13 verses 8, we read the prayer of Manoha. അമ്മയ്ക്ക് ആലോചന കിട്ടിയിട്ടും കർത്താവേ നീ ഒന്നുകൂടെ വന്ന് എന്നോടുകൂടെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ച ഒരു പിതാവ്. Even the mother got a message from the God. The father Manoha prayed, God please give the message again to me. 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നീ പറഞ്ഞതുപോലെ തന്നെ ഭവിക്കട്ടെ എന്ന് ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന പിതാവ്. When we see verse 12, we see Manoha's faith where he says, let your word be fulfilled. അത് ന്യൂ കിങ് ജെയിംസ് വേർഷനും കിങ് ജെയിംസ് വേർഷനിലും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. It is written in the same as in NKJV and KJV. 15-ാം വാക്യത്തിൽ ദൈവത്തിനും ആ ദൂതനെയും മാനിക്കുവാൻ മനസ്സുള്ള ആരാധന അർപ്പിക്കുന്ന ഒരു മനോഹ. When we see verse 15, we see Manoha who is ready to give respect to the God and his angels. 16-ാം അധ്യായത്തിൽ ശിംശോന്റെ ചരിത്രം അവസാനിക്കുന്നത് വരെ ശിംശോന്റെ വിവാഹം വരെ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന പിതാവും മാതാവും അവന്റെ പിതാവും മാതാവും എന്ന് നിരന്തരം എഴുതപ്പെട്ടിരിക്കുന്ന മനോഹർ. We see until chapter 16 it is mentioned about Samson's life, and we see about his family, mom and dad. It is mentioned until chapter 16. ശിംശോൻ എന്ന മനുഷ്യൻ പരാജയത്തിന്റെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തി പോയിട്ടും അവനെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം ഒരു വലിയ കൃപ കൊടുക്കുകയും എന്നാൽ അവന്റെ അവസാനം 16:31 എഴുതിയിരിക്കുകയാണ് അവന്റെ പിതാവായ മനോഹയുടെ ചൂമ്പിൽ അവനെ അടക്കി. Even though we see Samson's life was going the downwards way in his life, he was failing in his life, but we see on chapter 16 verses 30-31, Samson was buried where his father was buried. ശിംശോന്റെ മരണത്തിന് ശേഷം ശിംശോനെ അടക്കുന്നത് മഹനേദാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. After the death of Samson was buried at a place named Mahanedan. മഹനേദാൻ എന്ന വാക്കിന്റെ അർത്ഥം ദാൻ ഗോത്രം പാളയമിറങ്ങിയിരുന്ന സ്ഥലം എന്നാണ്. The meaning of the name Mahanedan is where the tribe Dan had put their tents. ഒരു വിശ്വാസ വീരനായി തന്നെ ദൈവസന്നിധിയിൽ മരിച്ചു വീണ ശിംശോൻ അവനെ കൽക്കൂമ്പാരങ്ങളിൽ നിന്ന് പെറുക്കിയെടുക്കുന്നത് അവന്റെ പിതൃഭവനവും അവന്റെ സഹോദരന്മാരുമാണ്. The Samson who was the fighter in faith, after his death he was gathered by his father and his brothers. Father's household. His household is the one who brought him. ഒരു സമയത്ത് ഫിലിസ്ത്യർ വാണിരിക്കുന്ന ദേശമാണ്. That was the place where the Philistines were ruling. അവരെ ഭയപ്പെട്ട് ഇസ്രായേൽ ജീവിക്കുന്ന സമയമാണ്. That was a time when Israelites were afraid of Philistines. അത്രയും ഫിലിസ്തീയ പ്രഭുക്കന്മാരെ കൊന്നൊടുക്കി മരിച്ചു വീണിരിക്കുന്ന ശിംശോന്റെ ശവശരീരം പോയി എടുത്തുകൊണ്ട് വന്ന് അടക്കുവാനുള്ള ധൈര്യവും മനഃശക്തിയും ആ ദാൻ ഗോത്രത്തിന് ലഭിക്കുവാൻ ഇടയായിത്തീരും. During the time of that of that fearful places, after the death of the Samson, it was the strength of their household that they showed to bring him from that place. ശിംശോന്റെ മരണത്തിന് ശേഷം 600 വീരന്മാർ ദാൻ ഗോത്രത്തിൽ നിന്നും വന്ന് ആ മഹനേദാനിൽ പാളയമിറങ്ങും. After the death of Samson, 600 people from the tribe of Dan came and put their tent on that place named Mahanedan. ഒരു പരാജയത്തിൽ നിന്ന് മറ്റൊരു പരാജയത്തിലേക്ക് മൂക്കുകുത്തി വീണുകൊണ്ടിരുന്ന ശിംശോൻ ഒരു സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ അവൻ മാത്രമല്ല അവന്റെ മരണത്തോടുകൂടി ആ ഗോത്രം തന്നെ established ആയി തീരുവാൻ ഇടയായി തീരുക. Samson who was facing failure after failure, the God helped him to bring back in his life, and we see after his death not only him, his whole tribe came as a powerful tribe. എൻ്റെ ചിന്ത ഇതാണ് ആ മനോഹയുടെ പ്രാർത്ഥനയും മനോഹയുടെ സമർപ്പണവും. What my thought is the prayer and the thoughts of Manoha. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ പ്രത്യേകിച്ച് നമ്മുടെ പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ കൊടുക്കുന്ന ആ വെളിച്ചവും ധൈര്യവും ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്.
Today, what I want to request is let us pray for the fathers because they are the one who are raising the generations. അടുത്ത വെള്ളിയാഴ്ച എല്ലാ സഹോദരന്മാരും വന്നിരിക്കണം. ഇല്ലേ ആ ഞായറാഴ്ച ഞാൻ പ്രസംഗിക്കുന്ന ദിവസങ്ങൾ ഇതുപോലെ വെള്ളിയാഴ്ചത്തെ മെസ്സേജ് ഇവിടെ തരും. Praise the Lord. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തനം 22 അതിൻ്റെ 30-31 വാക്യങ്ങൾ. For today's meditation, let us turn our attention to Psalms chapter 22, verses 30 and 31. Posterity will serve him. Future generations will be told about the Lord. They will proclaim his righteousness, declaring to people yet unborn, he has done it. Praise the Lord. തലമുറകളെ എക്വിപ്പ് ചെയ്യുന്ന തലമുറകൾ ഒന്നിച്ചു നിൽക്കുന്നതിനെ കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. These days, what the word of God is talking to me is about the generation to equip our generation. അതുപോലെ തലമുറകൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുക. So that is why I request our generations to stand unitedly and praise and worship our God. ഇന്ന് ഞാൻ ഈ ദൂത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഷേബ എനിക്കല്ല മെസ്സേജ് പോസ്റ്റ് ചെയ്ത് ഞാൻ വായിച്ചു. അതിനകത്ത് PC നാക്കിൻ്റെ തീം വായിച്ചു, ജനറേഷൻ ടു ജനറേഷൻ. When I was preparing the message for today, I saw a message from Sheba that which had the theme of PC NAC, generation to generation. നമ്മൾ PC നാക്കിൻ്റെ തീം അന്ന് ഞാൻ വായിച്ചതാണ്, പിന്നെ അതിൻ്റെ കാര്യം മറന്നുപോയായിരുന്നു. നമ്മളിപ്പോൾ അതിൻ്റെ തീം ഓർത്തുകൊണ്ടിരിക്കുന്നില്ലല്ലോ. PC നാക്കിന് പോകണോ പോകണ്ടയോ, പോയാൽ എങ്ങനെ, വന്നാൽ വരുന്ന കഴിയുമ്പോൾ എങ്ങനെ, ഇതൊക്കെയല്ലേ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്. Back then we did announce about PC NAC, but we were only discussing about should we go to PC NAC, should we go, how to go. But that is what we were thinking about PC NAC. So എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ധ്യാനിച്ചു വന്ന വചനത്തോട് ചേർന്ന് ആ ടോപ്പിക് കണ്ടപ്പോൾ വളരെ സന്തോഷം. So when I was meditating on the same topic as that PC NAC's theme, I was very happy. ദാവീദ് എന്ന സങ്കീർത്തനക്കാരൻ ഒരു വലിയ പ്രതിസന്ധി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. The generation of David, the son of David, they are going through troubles in their life. ദാവീദ് ഒരു വലിയ പ്രതിസന്ധി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. David is going through troubles in his life. ദാവീദ് പൊക്കോണ്ടിരിക്കുമ്പോൾ ദാവീദ് ഓർക്കുകയാണ്, എൻ്റെ അപ്പൻ അതിന് മുകളിലുള്ള അപ്പന്മാരും ആ പ്രതിസന്ധി കൂടി എത്രയോ പ്രാവശ്യം കടന്നുപോയി. So when David was going through those troubles, he was thinking, my fathers and forefathers also did go through such problems. ദൈവം അവരെല്ലാം വിടുവിച്ചല്ലേ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ. Did not my God delivered my fathers from those troubles? ദാവീദ് പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി അവന്റെ പല മക്കളും കാണുന്നുണ്ട്. The troubles that David is going through, his generations are watching him. ദാവീദിന്റെ തലമുറയും ദാവീദിന് ശേഷമുള്ള തലമുറയും ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ. The sons and generations of David are watching what David is going through. അവർ അടുത്ത തലമുറയോട് ഇത് കണ്ടിട്ടില്ലാത്ത അടുത്ത തലമുറയോട് അവർ ഷെയർ ചെയ്യുന്ന ഒരു അനുഭവം. This is an experience what David is going to share with the generations to come. മിനിമം 4 തലമുറ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. When we see it's pointed out that there are 4 generations. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ലൂക്കോസ് അപ്പച്ച മാത്രമേ ഉള്ളൂ 4 തലമുറയെ കണ്ടിരിക്കുന്ന വ്യക്തി. I think there's the Lucas Appachan who has seen 4 generations. ബാക്കി നമ്മൾ എല്ലാവരും മനസ്സുകൊണ്ട് കണ്ടോണം. And rest of us, let us foresee in our thoughts. നമ്മളുടെ പ്രതിസന്ധിയിൽ കൂടി നമ്മൾ പൊക്കൊണ്ടിരിക്കുമ്പോൾ പിതാക്കന്മാർ പ്രതിസന്ധിയിൽ കൂടി പോയി അവർ പ്രാർത്ഥിച്ചു വിടുതൽ പ്രാപിച്ചെങ്കിൽ, when we are going through some troubles, then we should remember that when our fathers, they were going through such troubles and God delivered them. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വിടുതൽ നൽകും. When we go through those troubles and when we pray, God will deliver us. നമ്മളുടെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധിയിൽ കൂടി പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ വിടുതൽ കാണും. When our kids goes through some problems and when they pray, God will deliver them as well. അവരുടെ തലമുറ
അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ കർത്താവിന്റെ വിടുതൽ കാണും. When the kids of our kids will pray, when the kids of our kids will go through some problems, and when they will pray, the God will also deliver them as well. എല്ലാ തലമുറകളും ദൈവത്തിന്റെ വലിയ വിടുതൽ കാണുന്ന അനുഭവമാണ്. All our generations are going to see the deliverance of our God. ഈ 4 തലമുറകളും ദൈവത്തിന്റെ വിടുതൽ ദൈവത്തെ അനുഭവിച്ചറിയുന്ന അനുഭവങ്ങളാണ്. These all 4 generations mentioned here, they have experienced the power of God. ഈ 4 തലമുറയും ദൈവത്തിന്റെ പ്രവൃത്തിയെ അടുത്ത തലമുറയോട് വർണ്ണിക്കുന്ന തലമുറകളാണ്. And these generations are those generations which are going to share their experience with their generation. അതായത് ഏറ്റവും പ്രായമുള്ള വ്യക്തി മുതൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി വരെ ദൈവത്തിന്റെ സന്നിധിയിൽ വിടുതൽ അനുഭവിച്ചിട്ടാണ് സഭായോഗത്തിന് വന്നിരിക്കുന്നത്. From the oldest to the youngest of a family of a generations, they all are gathered in the presence of God by experiencing the deliverance from അവർ God. ഒന്നിച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത്. And they are unitedly worshiping the God. അവർ ഒന്നിച്ചാണ് കർത്താവ് വിടുവിച്ച സാക്ഷ്യം പ്രസ്താവിക്കുന്നത്. They're together giving a testimony where they say about the deliverance from God. ഒരു കാര്യമുണ്ട് ഇതിനകത്ത്, ഒരു ദൂതൻ. നമ്മുടെ പ്രശ്നങ്ങളായിട്ട് മാത്രം ഒതുങ്ങരുത്. So what the thing is here is that our trouble should not only be our troubles. മറ്റൊരു തലമുറ നമ്മൾ പോകുന്ന പ്രതിസന്ധി അറിയണം. The other generations, our coming generations, should know what we are going through. അവർ പ്രതിസന്ധിയിൽ കൂടി പോകുമ്പോൾ നമ്മുടെ സാക്ഷ്യം അവർക്ക് ഉത്തേജനം നൽകണം. When they will go through some troubles, the experience of our troubles, it should give them some power. പിതാക്കന്മാർ എങ്ങനെ വിടുതൽ പ്രാപിച്ചു അങ്ങനെ പ്രാപിക്കുവാൻ നമ്മൾ പരിശീലിക്കണം. നമ്മൾ അങ്ങനെ വിടുതൽ പ്രാപിച്ചു അതിലും ശ്രേഷ്ഠമായ വിടുതൽ പ്രാപിക്കുവാൻ അവർ പരിശീലിക്കണം. As our father experienced some deliverance from God, we should experience that deliverance, and as we experience some deliverance from God, the same way our generation should experience the same way. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രതിസന്ധി കൂടെ പോകുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല മറ്റെല്ലാവർക്കും ഒരു സാക്ഷ്യത്തിനും കൂടിയാണ്. So what actually means is when we go through some troubles, it is not only for us but for the generations to come. നമ്മളുടെ പരാജയങ്ങളും നമ്മളുടെ വിജയങ്ങളും മറ്റുള്ളവർക്ക് പാഠമാണ്. Whatever we win and whatever we lose, it is a pathway for the generations to come. നമ്മളുടെ പിതാക്കന്മാരുടെ വീഴ്ചകളും നമ്മളുടെ പിതാക്കന്മാരുടെ മഹത്വവും നമ്മൾക്കുള്ള പാഠങ്ങൾ കൂടിയാണ്. The failures and success of our fathers are also lessons for our life. Praise the Lord. ദാവീദ് ജീവിതത്തിൽ ഒരു വലിയ പാപം ചെയ്തു. David did a sin in his life. കർത്താവ് അവനെ ശരിക്ക് പണിതെടുത്തു. God mend him. ശരിക്ക് ഡിസിപ്ലിൻ ചെയ്തു. God disciplined him. ഈ ദാവീദിന് ശേഷം വളരെ ശക്തന്മാരും അത്രയൊന്നും ഭക്തിയില്ലാത്തവരുമായ രാജാക്കന്മാര് ഇസ്രായേൽ വാണിട്ടുണ്ട്. We see even after the David's rule, we see many other kings who came in which were not as powerful as David. എന്നാൽ അവരാരും ദൈവത്തിന്റെ സന്നിധിയിൽ ദാവീദിന് ചെയ്തതുപോലെ ചെയ്തിട്ടില്ല. But none of those kings did not do what David has done. ബാബിലോണിയ പ്രവാസത്തിന് പോകുന്നതിന് മുമ്പ് കർത്താവരുടെ പുറകെ നടന്നു ഐഡൽ വർഷിപ്പ് ഉപേക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. We see the people when they were going in Babylon, when they were worshiping the idols, God went after them saying, do not worship the idols. ബാബിലോൺ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന ഇസ്രായേൽ ഒരു നാളും ഐഡൽ വർഷിപ്പിലേക്ക് പോയിട്ടില്ല. വേറെ പാപം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഐഡൽ വർഷിപ്പിലേക്ക് പോയിട്ടില്ല. Then we see after the exile of the Babylon, we see the people are not going after the idols. They go after something else, but not after worshiping the idols. ഇന്നിവിടെ തലമുറകൾ ഒന്നിച്ച് ആരാധിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. Let the experience of generations worshiping together be with us. അവര് പ്രായമുള്ളവരാ, അവര് ചെറുപ്പക്കാരാ എന്ന് പറയാനല്ല, എല്ലാവരും ഒന്നിച്ച് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ. Not to see they are elders, they are youngers, but the generations worshiping together our God. അതാണ് ഒന്നാമത്തെ ഈ ദൂത് ഇതിനകത്ത്. That's the first message in here. രണ്ടാമത്തെ ദൂതിൽ ഉഷസ്സിൻ മാൻപേടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. In the second verse we see the dawn of the dawn. The second when we see the title of that chapter, we see the doe of the dawns. ഈ ഉഷസ്സിൻ മാൻപേട, the doe of the dawns. ഈ ഒരു സങ്കീർത്തനത്തിനെ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളൂ. Only this Psalms chapter has that title. ഈ സങ്കീർത്തനം ഒരു ഷെപ്പേർഡ് സാം ആയിട്ടാണ് അറിയപ്പെടുന്നത്. This chapter is said as a shepherd's psalm.
ഏറ്റവും ശ്രേഷ്ഠമായ ഷെപ്പേർഡ് സാം എന്ന് പറയുന്നത് 23-ാം സങ്കീർത്തനമാണ്. One of the best psalm which describes about the shepherd is Psalms 23. എന്നാൽ 22-ഉം 24-ഉം ഷെപ്പേർഡ് സാംസ് ആയിട്ട് തന്നെ ചില സ്കോളേഴ്സ് അംഗീകരിച്ചിട്ടുണ്ട്. But some scholars accept Psalms 22 and 24 also as the psalms which says about shepherds. ഉഷസ്സിൻ മാൻപേടെ എന്ന് പറയുന്നത് ഒരു സംഗീത സെറ്റിംഗ് ആണ്, മ്യൂസിക്കൽ സെറ്റിംഗ് ആണ്. The daw of the dawn, it means it is said as a musical setting. അത് പറയാനായിട്ടൊരു കാരണം. There's a reason for that. ഹണ്ടിങ് സീസൺ മാൻപേടകളെ രാത്രികാലം ഇവർ ഹണ്ട് ചെയ്യാനിടയിൽ. During the hunting season, when there's a season of hunting, the deers are hunted. അതുപോലെ തന്നെ മൃഗങ്ങളും രാത്രികാലം ഇരപിടിക്കുന്ന മൃഗങ്ങളും ഇവരെ ചേസ് ചെയ്യാനിടയെത്തിരും. In the same way, wild animals run after those deers. പ്രഭാതം വരുമ്പോൾ അവർക്കൊരു മോചനമാണ്. When the dawn comes in, there's a freedom to those deers. ശൗലിനാലും അബ്ശാലോമിനാലും ദാവീദിനെ ഒരു മാൻപേടയെ പോലെ അവർ ഓടിക്കുകയാണ്, വേട്ടയാടുകയാണ്. Whether it is Shaul or Absalom, they are running after David like the wild animals running after the deer. ദാവീദ് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണം. എൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാണ്, ഞാൻ ഡേ ടൈമിൽ കരയുന്നു. The second verse we see, God, I cry out during the daytime. കർത്താവേ നീ കേൾക്കുന്നില്ല. Lord, you are not listening to me. Why have you forsaken me? Hallelujah. എന്നാൽ അതിന്റെ 21-ാം വാക്യത്തിന്റെ അവസാനത്തിലെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, when we come to the last part of verse 21, there is a new dawn, ഒരു പുതിയ പ്രഭാതം വരികയാണ്. There's a new dawn coming up. ആ പുതിയ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വിടുതൽ അവർ അനുഭവിക്കുകയാണ്. They experience the deliverance of God in that new dawn. ദാവീദ് 21-ാം വാക്യത്തിൽ പറയുന്ന ഒരു 21-ന്റെ അവസാനം ഒന്ന് വായിച്ചു. Let's read verse 20, the last part of verse 21. Save me from the horns of the wild oxen. 21-ന്റെ സി പാർട്ട്, അതിന്റെ ഏറ്റവും അവസാനം. You have rescued me. അതിന്റെ ശരിക്കും നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നാണ്. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. In some versions it is said as, Lord, you have heard my prayer. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. You have heard my prayer. 2-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നു നീ കേൾക്കുന്നില്ല. Second verse he says, Lord, you are not listening when I am praying. ഒരു രാത്രി കടന്നുപോയി. One night passed നീ away. ഞാൻ കരയുമ്പോൾ നീ പ്രാർത്ഥന കേൾക്കുന്നില്ല. When I am praying, you are not listening to my prayer. അതിന്റെ തലേന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. I started praying the night before. ശത്രു ഒരുക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. When the evil started to plan against പക്ഷേ me, നീ I started എന്നോട് to എന്റെ pray. പ്രാർത്ഥന കേൾക്കുന്നില്ല. But you are not listening to my prayer. ദാവീദ് തന്നെ സങ്കടം പകർന്നൊഴുകുമ്പോൾ David is telling his upsetness. ഇവിടെ ദൈവത്തിന്റെ ആത്മാവിൽ അവൻ 21-ാം വാക്യത്തിൽ എഴുതിയ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. Verse 21 we read, Lord, you have heard my prayer. ഇന്ന് നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. We worship a God who hears our prayer. കർത്താവേ ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചതാണ്. Lord, I prayed yesterday. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതാണ്. Last whole night I prayed. എപ്പോഴാണ് നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്? When are you going to listen to me? ഈ ലൂക്കോസ് 18-ൽ നമ്മൾ ഈ പെർസിസ്റ്റന്റ് വിഡോയെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ. In Luke chapter 18 we hear about a widow. ഇവളുടെ ഈ ചരിത്രം പറഞ്ഞിട്ട് ഈ ന്യായാധിപന്റെ അടുക്കൽ ഈ വിധവ ചെന്ന് സ്ഥിരമായിട്ട് ശല്യപ്പെടുത്തി, എന്നിട്ട് മനുഷ്യനെ ശങ്കയും ദൈവത്തെ ഭയമില്ലാത്ത ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. We hear about a widow who goes after a king, and that king was not as afraid of their God. ഈ മനുഷ്യന്റെ അടുക്ക് ചെന്നിരുന്ന ഈ വിധവയുടെ കഥ പറഞ്ഞിട്ട് കർത്താവ് ചോദിക്കുകയാണ്, പാരബിൾ പറഞ്ഞിട്ട് കർത്താവ് ചോദിക്കുകയാണ്, തന്നോട് അപേക്ഷിക്കുന്നവരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും കർത്താവ് പ്രാർത്ഥന കേൾക്കയില്ലയോ, പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? അങ്ങനെ കർത്താവ് ചോദിക്കുന്നു. And the Lord, when we read there, we see the Lord said, listen to what the unjust judge say, and will not God bring about justice for his chosen ones? അതിന് മറുപടി ആരാ പറയുന്നത്? And who is giving the answer to that question? യേശു തന്നെയാ പറയുന്നത്.
Lord himself is answering that question. കർത്താവ് ചോദ്യം ചെയ്തിട്ട് കർത്താവ് തന്നെ മറുപടി പറയുക. Lord is asking a question and he himself is answering it. സാധാരണ കർത്താവിന്റെ ശൈലി എന്ന് വെച്ചാൽ ചോദ്യം ചോദിച്ച് അവരെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുന്നതാണ്. Usually if Lord asks a question, he wants the other person to answer to that. ഇവിടെ കർത്താവിന് അറിയാം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ഇരുന്ന് ഇങ്ങനെ ചോദിക്കും. God knows if he asks some questions, he might not get an answer to that. പറഞ്ഞു വരുമ്പോ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു. Praise the Lord. കർത്താവ് പറയുകയാണ് നിശ്ചയമായും വിടുവിക്കും. Lord says, I will surely deliver you. നിന്റെ ഒരു പ്രഭാതം ദൈവം വെച്ചിട്ടുണ്ട്. There is a new dawn for you. ഏതൊരു മാൻപേടയും ദൈവസന്നിധിയിൽ കരയുന്ന മാൻപേട, സ്വന്തമായി ഒന്നും പ്രതികരിക്കുവാൻ സാധിക്കാത്ത മാൻപേട, ആ മാൻപേടയുടെ കണ്ണുനീരിന് മുമ്പിൽ ദൈവം പ്രതികരിക്കുന്ന ഒരു സമയമുണ്ട്. If a deer comes before the presence of the God is going to deliver them. ശൗലായാലും ശരി, അബ്ശാലോം ആയാലും ശരി, irrespective of if it is Shaul or Absalom. ഒരു ദിവസം നിനക്ക് വേണ്ടി ഒരു വിടുതൽ ദൈവം വെച്ചിട്ടുണ്ട്. There is a day where Lord is going to deliver you. ഇനി ഇതിനകത്തുനിന്ന് മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് വാക്കുകളെ ചുരുക്കാൻ ഞാൻ ആഗ്രഹിക്കുക. I would like to move towards the conclusion by starting my third point. ഇത് ഒരു മെസ്സിയാനിക് സാമാണ്. This psalm is about a messiah psalm. മെസ്സിഹായെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. A psalm which clearly says about Messiah. അതിന്റെ ഒന്നാം വാക്യത്തിലാണ് കർത്താവിന്റെ ആ നിലവിളി നമ്മൾ വായിക്കുന്നത്. We read about God in verse 1. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? My God, why have you forsaken me? ഏലി ഏലി ലമാ ശബക്താനി. അല്ലേ? Praise the Lord. അത് അതുപോലെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിന്റെ 7ഉം 8ഉം വാക്യങ്ങളിൽ അവിടെ എങ്ങനെയാ വായിക്കുന്നത്? Everyone who sees me mocks me. They sneer and shake their heads. He relies on the Lord. Let him rescue him. Let the Lord deliver him, since he takes pleasure in him. Hallelujah. ഞാൻ മലയാളത്തിൽ വായിക്കണ്ടേ? സോറി, ആരെങ്കിലും മലയാളത്തിൽ വായിച്ചു? കണ്ടോ? കർത്താവ് മരക്കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെ നോക്കി യഹൂദന്മാർ ചെയ്ത അതേ പ്രവൃത്തി, പറഞ്ഞ അതേ പ്രവൃത്തി. When Lord was hanging on that cross, the same thing we see here. അതിന്റെ 16ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചിരിക്കുന്നു. The 16th verse we see, they pierced my hands and my feet. അതിന്റെ 18ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർ എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു. Verse 18 we see, they divided my clothes among them and cast lots for my garment. കർത്താവിന്റെ കഷ്ടാനുഭവം, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പും അതിന്റെ സന്തോഷവും ഒരുപോലെ പ്രസ്താവിക്കുന്ന ഒരു സങ്കീർത്തനം. The problems and the resurrections, both of them are being enjoyed here. തന്റെ സൃഷ്ടിക്ക് വേണ്ടി സ്വന്തം പുത്രനെ നൽകി കൊടുക്കുന്ന ഒരു പിതാവ്. For their creation, Lord gave his own son. ഇതിനകത്ത് അതിനോട് ചേർന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. There's a word which goes with this psalm. ഒരു ഇമേജറി ഇതിനോട് ചേർന്ന് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ 6ാം വാക്യത്തിൽ ഇത് വായിച്ചാൽ, I am but a worm. ഈ വേമിന് 4 പദങ്ങൾ ഈ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. When we read the Old Testament, we see there are 4 things said about a worm. എന്നാൽ നമ്മൾക്ക് എല്ലാവർക്കും പലർക്കും അറിയാമായിരിക്കും, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം തോല അഥവാ തോലാത്ത് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ചുവന്ന നിറമുള്ള ഒരു പുഴുവാണ്. We see here what we see about a worm. It is said as tola or tolat. We see about a red-colored worm. ആ പുഴുവിന്റെ കാര്യമാണ് കർത്താവ്. So Lord is saying about this color worm. ഈ ശവശരീരത്തിൽ ക്രിമിച്ചു വരുന്ന യോബിന്റെ ഈ പരിക്കളിൽ ക്രിമിച്ചു വരുന്ന മാഗറ്റ്സ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്. We see in the word of God, it is also said about the maggots of when a person is died. പക്ഷെ അതൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, ദാവീദ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് ഈ പുഴുവിനെ കുറിച്ചാണ്. That's not what David is referring here. It is said about this colored worm. അതിനൊരു കാരണമുണ്ട്. കാരണം മഹാപുരോഹിതന്റെ ഈ ഇടക്കെട്ടാകട്ടെ ആലയത്തിലെ തിരശ്ശീലയുടെ നിറം ചുവപ്പാണ്. ആ ചുവപ്പിനൊക്കെ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ പുഴുവിനെയാണ്.
അതിൻ്റെ നിറം കൊടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഈ പുഴുവിന്. ഒരു നമ്മളെ ആ വെയിലിൻ്റെ The curtain. ആ കളർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പുഴുവിൻ്റെയാണ്. അത് ആ തിരശ്ശീലയുടെ ഒരു ഭാഗം ഞാൻ മുറിച്ചെടുത്തതാണ്. The color of the worm depicts comes from this curtain because this curtain is also red. ദൈവാലയത്തിൽ മേൽത്തൊട്ട് അടിയോളം ഒരു തിരശ്ശീല കീറിപ്പോയല്ലോ, ആ തിരശ്ശീലയാണ്. The veil that tore from top to bottom, that is what this veil is. ഈ പുഴു ചെയ്യുന്ന ചില കാര്യങ്ങൾ. This worm is doing some things. ഈ പുഴുവിന്റെ അവസാന കാലമാകുമ്പോൾ ഇതൊരു മരത്തെ ചെന്ന് കയറും. When the worm is going to die, it goes to a tree. ആ മരത്തിന്റെ ഒരു വശത്ത് ചെന്നിട്ട് അത് അവിടെ അങ്ങ് പറ്റി പിടിച്ച്. The worm sticks itself to one part of a tree. അതങ്ങ് ഒട്ടിച്ചേർന്നിരിക്കും. അതിനോട് പിന്നെ പറിച്ചെടുക്കാൻ ഒക്കത്തില്ല, അങ്ങ് ഒട്ടിച്ചേരും. It gets stick to that tree and we cannot pull it out of from that tree. അതിന്റെ മുകളിലേക്ക് ഒരു കവറിങ് രൂപപ്പെട്ടു വരും. രണ്ട് ഇതായിട്ടുള്ള A cover comes up on top of that worm. ഇതുപോലൊരു കവറിങ് വന്ന് അങ്ങോട്ട് പോകും. There's a covering that comes on top of that worm. ഇത്രയും ഈ കവറിങ് നല്ല ഹാർഡാ. And this covering we see it is very hard. ഇത്ര ആയിരിക്കുമ്പോൾ ഇത് ഇതിനകത്ത് മുട്ടയിടും. When that covering comes up, it starts to lay eggs inside it. ഈ മുട്ട ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് മിക്കവാറും ഒരു മൃതപ്രായത്തിലാവും, മരിക്കാറാവും. After the laying of the eggs, the worm will be starting to die. കുഞ്ഞുങ്ങൾ ജനിച്ച് മുട്ട വിരിഞ്ഞ് ജനിച്ചു വരുമ്പോൾ അവർ ഈ അമ്മയാണ് ഭക്ഷിക്കുന്നത്. So when from the eggs, when the kid starts to come out, they start to eat that mother. ഇത്രയും സമയമാകുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ ചുവന്ന നിറം മുഴുവൻ ഇത് ഈ മരത്തിലേക്കും കുഞ്ഞുങ്ങളുടെ മേലേക്കും അങ്ങ് പകരും. After passing of those times, that the red color starts to pass over to the kids and to that tree. നേരത്തെ കണ്ട ആ മരങ്ങളുണ്ടല്ലോ, അതാ നിറമാ കാണിക്കുന്നത്. And when we see that red color on that tree, that is where the red color is coming from. ഈ നിറമെല്ലാം കുഞ്ഞുങ്ങളുടെ മേലെ ആയി കഴിയുമ്പോൾ പിന്നെ ഒരുതരം വൈറ്റ് ആയിട്ടുള്ള വെള്ള നിറത്തിലുള്ള പഞ്ഞി പോലൊരു വസ്തുവായിട്ട് ഇതങ്ങ് മാറും. When that red color is passed on to that kids, after that the white colored thing comes up on top of the kids. കണ്ടോ? ഹല്ലേലൂയ. ഇത് കേട്ട് വായിക്കുമ്പോൾ നമുക്ക് ആരെയും ഓർമ്മ വരുന്നുണ്ടോ? So when we see all this, do we remember somebody or something? ഒരു മരക്കുരിശിനെ ചുവന്ന നിറമാക്കിയ ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ നമ്മൾ ഓർമ്മ വരുന്നുണ്ട്. Do we remember the Lord who shed his red blood on that wooden cross? അവന്റെ രക്തനിറം നമ്മുടെ മേൽ ഒഴിച്ച് നമ്മളെ ചുവന്നതാക്കിയത് നമ്മൾ ഓർമ്മ വരുന്നുണ്ടോ? Do we remember the blood that was passed on to us, that was poured on to us and covered us with his red ആ blood? നിറം നമ്മളിൽ പകർന്നപ്പോൾ ഹല്ലേലൂയ വിശുദ്ധിയുടെ അനുഭവം നമ്മളിൽ വന്നതും അവൻ വിശുദ്ധനായി പരിശുദ്ധനായി വിളങ്ങുന്നതും നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? When that red color comes upon us, do we remember the holiness of our Lord? ഒരു പുഴുവിനെ കർത്താവ് കാര്യം പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഒരു പുഴുവിന്റെ കാര്യം കർത്താവ് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? Why did the Lord say about that worm here? അഥവാ സങ്കീർത്തനക്കാരൻ പരിശുദ്ധാത്മാവിൽ ഒരു പുഴുവിന്റെ കാര്യം പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? Or else why is the Holy Spirit saying about that red worm here? അവന്റെ ഡീഗ്രഡേഷനെ കാണിക്കാനാ, അവന്റെ അപമാനം കാണിക്കാനാ, അവന്റെ ഒന്നുമല്ല മനുഷ്യരൂപം പോയത് കാണിക്കാൻ വേണ്ടിയാ. It is to show his degradation. It is to show that his flesh is dying. എന്നാൽ ഹല്ലേലൂയ അതിനകത്തും കർത്താവ് ഒരു ദൂത് കൊടുക്കുകയാണ്. എത്ര താണു പോയാലും, എത്ര മരക്കുരിശിൽ മരിച്ചു വീണാലും, എത്ര കൊണ്ട് കല്ലറയ്ക്കകത്ത് കൊണ്ട് വെച്ചാലും ഒരു ലക്ഷ്യമുണ്ട് ദൈവത്തിന്, നിന്നെയും എന്നെയും വിശുദ്ധനാക്കി ദൈവസന്നിധിയിൽ നിർത്തുക. But there's a message in here that how much ever that you are pushed down, how much ever that you are hung on that tree, how much ever that you are put in the closed tomb, there is a reason, there is a vision for you from the God. ഈ തോട് പൊട്ടിച്ച് കുഞ്ഞുങ്ങളെല്ലാം പുറത്തു വരും. After breaking those eggs, the kids are trying to come out. അവർ പുറത്തു വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ ചുവന്ന നിറമായി. And when they come out of that egg, we see they all are red in color. ഇന്ന് നമ്മുടെ വേദനയും നമ്മുടെ സങ്കടവും ഹല്ലേലൂയ നമ്മുടെ നറേറ്റീവായിട്ട് ഇവിടെ തീരരുത്.
Today, the problems and troubles in our life, it should not finish in our narrative. അതെല്ലാം ദൈവത്തിന്റെ നറേറ്റീവായിട്ട് മാറും. It should all be a narrative of God. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ ഹല്ലേലൂയ അത് നമ്മുടെ ചരിത്രമല്ല, നമ്മൾ എന്ന തൂലികയിൽ കൂടി ദൈവം എഴുതി വെക്കുന്ന തന്റെ ചരിത്രമാണ്. It should not be it should not be our life, but it should be a purpose that God is writing through us. ഇതിനൊരു വലിയ പ്രസക്തിയുണ്ട് കേട്ടോ. There is an importance to this thing. യോശുവ ഒരിക്കൽ പറഞ്ഞു, Joshua once said, നിങ്ങൾ എന്തു വന്നിട്ട് ചെയ്തു, നിങ്ങൾ എന്തു വന്നിട്ട് ചെയ്തു, "Oh, do whatever you want to do. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും." I and my family will serve the God." നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന വാക്യമാണ്. This is a verse which makes us happy. അടുത്ത വാക്യത്തിനോട് അടുത്ത ചോദ്യത്തിനോട് നിങ്ങൾ മറുപടി പറഞ്ഞു. യോശുവയുടെ മക്കളുടെ പേര് ആർക്കെങ്കിലും അറിയാം? Anybody knows the name of Joshua's children? യോശുവയുടെ ചരിത്രം കഴിയുമ്പോൾ വേദപുസ്തകം എഴുതുന്നത് പറയുന്നത് യോശുവ മരിച്ചു, അവന് ശേഷമുള്ള മൂപ്പന്മാരും മരിച്ചു, യഹോവയെ അറിയാത്തൊരു തലമുറ. When we read like Joshua died, his fathers died, and after his death, there's a generation that came up who did not know God. കാലേബ് എന്ന മനുഷ്യനുണ്ടായി. There's a man named Caleb. യോശുവയുടെ ഒപ്പം നിന്ന മനുഷ്യൻ. He was a man who stood with Joshua, പക്ഷെ പുള്ളിക്ക് ആൺപിള്ളേരില്ലായിരുന്നു. and he did not have any sons. പക്ഷെ പുള്ളിയുടെ മോടെ പേര് നമുക്കെല്ലാം അറിയാം. Well, we all know the name of his daughter. അക്സ. Praise the Lord. Hallelujah. Hallelujah. അക്സയുടെ ഭർത്താവ് ഒത്നിയേലിന്റെ പേരും നമുക്കറിയാം. We know the name of the husband's name, Othniel. എന്തുകൊണ്ടാ? ഹല്ലേലൂയ. അവകാശം പകുത്തു കൊടുത്തപ്പോൾ അവൾ അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പനോട് പറയുകയാണ്, എനിക്ക് നീ നെഗവിലാണല്ലോ സ്ഥലം തന്നത്, ഹല്ലേലൂയ, അവിടെ എനിക്ക് നീരുറവുകൾ കൂടി തരണമേ. When the inheritance was given to Exa, she said, I also need streams with it. അപ്പോൾ കാലേബ് അവൾക്ക് താഴെയുള്ള സ്ട്രീംസും മുകളിലുള്ള സ്ട്രീംസും കൊടുത്തെന്നാണ് യോഹന്നാൻ പറയുന്നത്. So when we read that Caleb gave his daughter the streams, the upper and lower streams. അവൾ ചോദിക്കുന്നത് എന്തുവാണെന്നറിയാമോ? എനിക്ക് കൂടുതൽ കിട്ടണം എന്നല്ല പറയുന്നത്. ദൈവം പകുത്തു തരുന്ന തന്റെ അവകാശ ഭൂമിയിൽ അതിനെ ഏറ്റവും ഫലഭൂയിഷ്ഠമാക്കുവാനുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് നൽകി തരുമാറാകണം. Exa is not asking for a place to stay, but she's asking for upper and lower streams, more and more streams to grow. ഇതെല്ലാം ആണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ? അവരെന്തൊന്നു ചേട്ടാ അപ്പച്ചനാ ഇതൊക്കെ ചെയ്യുന്നത്, എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല എന്നല്ല അവള് പറയുന്നത്. ആക്റ്റീവായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ആവുക. She did not say that is something the men's do, but she is coming and asking Caleb for it so that she can glorify God. ദാവീദ് എന്നൊരു മനുഷ്യനുണ്ടായി. There was a man named David. ഹല്ലേലൂയ. ദാവീദിന്റെ സന്തതി പരമ്പര ഒന്നൊന്നായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഇടയായി. The generations of David, they stood for the Lord. അടുത്ത രാജാവായിട്ട് വാഴിക്കപ്പെടുന്ന ശലോമോൻ, the next king Solomon, ദാവീദിന്റെ ആ പ്രസ്താവനകൾ ആ സമയത്ത് നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ശലോമോനെ അടുത്ത രാജാവ് ശലോമോൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുകയല്ല ചെയ്യുന്നത്, ശലോമോനെ ഉപദേശിക്കുകയാണ്. When we read about the declaration that David gave, he did not say the next king is he did not just say the next king is Solomon. ഈ ശലോമോൻ എന്ന് പറയുന്ന ഈ ദാവീദ് ശലോമോൻ രാജാവാകുന്നതിന് മുമ്പ് ശലോമോനോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ ശിമെയെയും ഈ മറ്റേ യോവാബിനെയും കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറയുന്നത്, നീ ബുദ്ധിമാനല്ലോ. അപ്പം ഇവൻ പണ്ടേ ബുദ്ധിമാനാ ശലോമോൻ. ശലോമോൻ ഒരു ജ്ഞാനിയാണ്, ബുദ്ധിമാനാണ്. Solomon is a wise man. എന്നാൽ അവൻ ആ ജ്ഞാനം കൊണ്ട് പറ്റത്തില്ല. But he cannot rule the kingdom with that wisdom. ഇത്രയും ബുദ്ധിയുള്ളവൻ രാജാവായപ്പോൾ ഞാൻ തീരുമാനിച്ചോളാം എന്നല്ല പറയുന്നത്. When he became a king, he did not say that I can rule. ദൈവം അവന്റെ അടുക്ക വന്ന് എന്തോ വേണമെന്ന് ചോദിക്കുമ്പോൾ പറയുക, ഈ ജനത്തെ നടത്താനുള്ള ജ്ഞാനമാ വേണ്ടത്. When God comes to him asking what do you need, he said I need wisdom to rule over this kingdom. അവൻ പറയുക എന്റെ ബുദ്ധി കൊണ്ട് പറ്റത്തില്ല എന്ന്. He says I cannot rule this kingdom with my wisdom. എന്റെ ബുദ്ധി കൊണ്ട് ഈ യോവാബിനെയും ശിമെയെയും കാൽവരിക്ക് അയക്കാൻ എനിക്ക് പറ്റും, കൊല്ലാൻ പറ്റും. I can kill Joab and Shimei. പക്ഷെ ജനത്തെ പരിപോഷിപ്പിക്കാൻ പറ്റത്തില്ല. But to bring forth a kingdom, I do not have that wisdom. ഈ നിന്റെ ഈ ശ്രേഷ്ഠ ജനത്തെ നടത്താൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. The sacred people of yours, I do not have a wisdom to rule over them. കണ്ടോ? ഹല്ലേലൂയ.
ദാവീദ് പരിശീലിപ്പിച്ചെടുത്തപ്പം പകർന്നു കൊടുത്തപ്പം എത്ര ദാവീദിനേക്കാൾ ശക്തനായ ഒരു രാജാവാ വരുന്നത്. We see how David was bringing up the Solomon. യോഹന്നാൻ സ്നാപകന് മക്കളൊന്നും ഇല്ലായിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. John the Baptist was not married and did not have kids. പക്ഷെ യോഹന്നാൻ സ്നാപകൻ പോകുമ്പോൾ ഒരു കർത്താവിനെ പ്രൊനൗൺസ് ചെയ്തിട്ടാ പോയത്. തന്നെയല്ല, തന്റെ സ്വന്തം ശിഷ്യന്മാരുടെ കർത്താവിനെ ഏൽപ്പിച്ചിട്ടാ അങ്ങോട്ട് കടന്നു പോകും. When John the Baptist was going away, he did not just leave, he said about Jesus to the disciples. യേശു അവിടുന്ന് പോകുമ്പോൾ ശിഷ്യന്മാരെ ആക്കി വെച്ച് പരിശീലിപ്പിച്ചിട്ടാ പോയത്. Before Jesus left this world, John the Baptist had taught the disciples. നമുക്ക് ശേഷം പ്രളയം ആകരുത്, നമുക്ക് ശേഷം ഫ്ലഡ് ആകരുത്. It should not be a flooding experience after we leave. ജനറേഷൻ ടു ജനറേഷൻ, തലമുറയിൽ നിന്ന് തലമുറകളിലേക്ക് പകരപ്പെടുന്ന ഒരു ദൈവരൂപം. It should be experience of generations to generations. ഹല്ലേലൂയ. നമ്മുടെ ദൈവസഭയിൽ ഈ ദിവസങ്ങളിൽ ഞാൻ നോക്കിക്കാണുന്ന എനിക്ക് വലിയ സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷം. Praise the Lord. When I look at our church, there's something that is something which makes me happy. ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരും അത് പൂർണ്ണ ബലത്തോടെ ചെയ്യുന്നു. Whenever there's a duty assigned to somebody, they're doing it with true sincerity. അവരെല്ലാവരും ഒന്നിച്ച് നിന്ന് ഒരു വലിയ ഉത്സാഹത്തോടെ ചെയ്യും. Praise the Lord. Everyone stands together with a great enthusiasm. Building together, ഒന്നിച്ച് പണിയപ്പെടുന്ന അനുഭവം. The experience of building together. Praise the Lord. Hallelujah. ഈ തലമുറകൾ ഒന്നിച്ച് നിന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പണിതെടുക്കുവാൻ ഇടയാകട്ടെ. We need to build a generations that worship together our Lord. ഞാൻ എൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. I'm going towards my conclusion. രണ്ടാമത് നമ്മൾ ധ്യാനിച്ചത് the dawn of the dawn, the dawn of the dawn, or the dawn of the dawn. Hallelujah. ഉഷസ്സിൻ മാൻപേട. We meditated about the dawn of the dawn. Hallelujah. നിനക്ക് വേണ്ടി ദൈവം മറുപടി വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. There's a time that Lord has kept aside to answer you. Hallelujah. അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം വരാൻ വേണ്ടി മാത്രമല്ല, അത് എല്ലാവരുടെ മുമ്പാകെ ദൈവനാമം പ്രസിദ്ധപ്പെടുവാൻ വേണ്ടിയുള്ള അനുഭവമാണ്. That is not a time, not an experience to just only bless you, but also your generation. നിനക്ക് മുമ്പുണ്ടായിരുന്ന തലമുറകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതുപോലെ As you have gained the generations by praying to the Lord. ദൈവസേനയിൽ നമ്മൾ അപ്പസ്തലന്മാർ പ്രതിസന്ധി അഭിമുഖീകരിച്ചപ്പോൾ പ്രാർത്ഥിച്ചത് കണ്ടതാണ്. And we have seen how our fathers have experienced the power of God. ജനത്തിന്റെ ഭീഷണി മുമ്പാകെ അവർ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, When the peoples are troubling, we see the people coming towards the God. അപ്പസ്തോല പ്രവൃത്തി നമ്മൾ വായിക്കുന്നത് അവർ വലിയ കൃപയും വലിയ ശക്തിയും നിറഞ്ഞവരായി തീർന്നു. When we read in Acts, we see the people grew up in more power. More power and more grace. More power and more grace from the Lord. അല്ലെങ്കിൽ great power and great grace. നേരത്തെ ഉണ്ടായിരുന്നു ഗ്രേസ് ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു ശക്തി ഉണ്ടായിരുന്നു. There was grace and power before. എന്നാൽ അവർ പ്രതിസന്ധി അഭിമുഖീകരിച്ചു കഴിഞ്ഞ് ഒന്നിച്ചു വന്ന് പ്രാർത്ഥിച്ചപ്പോൾ വലിയ കൃപയും വലിയ ശക്തിയും അവർക്ക് ലഭിക്കുവാനിടയായി തീർന്നു. But when they experienced problems in their life, they came up together and they experienced great power and great grace. ഈ സഭയിലെ ഓരോ വ്യക്തിയുടെ പ്രശ്നവും മറ്റെല്ലാവരുടെയും പ്രശ്നമാകട്ടെ. The problems of one family, let it be the problem of every family ഈ here. സഭയിലെ എല്ലാവരുടെയും അനുഗ്രഹം മറ്റെല്ലാവരുടെയും Let the അനുഗ്രഹമാകട്ടെ. blessing of one family be the blessing of each and every family നമ്മൾ here. ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാണ്. When we pray together, we are going to see the glory of our God. ഇന്നലെ തലേന്ന് പകലും തലേന്ന് രാത്രിയും ഓടി ക്ഷീണിച്ചു വന്നിരിക്കുന്ന മാൻപേട കാണുകയാണ്, സൂര്യൻ ഉദിച്ചു വരുന്നു. We are seeing a deer who is tired running all whole day, and he is seeing a new dawn in his life. നീതി സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദിവസങ്ങളാണ്. A righteous morning he is going to see in his life. നമ്മൾ അവസാനമായി ധ്യാനിച്ചത് കർത്താവ് നമ്മുടെ മേൽ ഇമ്പാർട്ട് ചെയ്ത അവന്റെ ജീവനും അവന്റെ പർപ്പസുമാണ്. We also meditated towards the last the impartation what Jesus has poured upon us. കർത്താവ് തന്റെ നിറം നമ്മുടെ മേൽ പകർന്നവനാണ്. Lord poured his color upon us. അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്.
വെണ്മയും ചുവപ്പും, white and He is the whitest and the red. ആണോ? ഹല്ലേലൂയ. നമ്മളെയും അവൻ ഹല്ലേലൂയ വെണ്മയും ചുവപ്പുള്ളവരാക്കി അവന്റെ പ്രതിരൂപമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. He is going to make us as well as him the whitest and the red. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കാം. Let us together stand unitedly in the presence of God. ഒന്നിച്ച് പണിയാം. Let's together build it. നമ്മളുടെ ഒരാളുടെ സാക്ഷ്യം ദൈവസഭയുടെ സാക്ഷ്യമാണ്. Let our one family's testimony be the testimony of the church. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless each one of us this message.